സോ വെൽക്കം ടു പടം പറച്ചിൽ. അഡ്വെന്റ് സീസണിലെ ആദ്യത്തെ ഞായറാഴ്ച ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പിക്ചർ ഐക്കൺ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് പാന്തോക്രേറ്റർ എന്ന് പറയുന്ന AD 6 പൂർത്തീകരിക്കപ്പെട്ട ബൈസന്റൈൻ മൊസൈക്ക് സ്ട്രീമിൽ നമുക്ക് കാണാനായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു മുഖത്തിൻ്റെ ചിത്രമാണ്. ഈ മുഖം എന്ന് പറയുന്നത് ഈശോയുടെ മുഖമാണ്. സെയിൻറ്റ് കാതറിൻ മൊനാസ്ട്രി സീനായിലാണ് നമുക്ക് ഈശോയുടെ ഈ ഒരു മുഖചിത്രം കാണാനായിട്ട് സാധിക്കുക. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ കണ്ണുകളാണ്, ഈശോയുടെ കണ്ണുകൾ. ഒരേ സമയം 2 മുഖഭാവങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു പിക്ചറാണ് ക്രൈസ്റ്റ് പാന്തോക്രേറ്റർ എന്ന് പറയുന്ന ഈ ചിത്രം. പാന്തോക്രേറ്റർ എന്ന ഗ്രീക്ക് പദത്തിന്, ആ വാക്കിന് റൂളർ, ഓൾമൈറ്റി എന്നൊക്കെ ഒരു വലിയ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണുകളിൽ ആ അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കണ്ണിൽ കരുണാർദ്രമായിട്ടുള്ളൊരു ഭാവവും മറ്റൊരു കണ്ണിൽ നീതിയുടെ പ്രകാശമുള്ള ഒരു കണ്ണും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കൈയാണ്. കൈ ഉയർത്തിപ്പിടിക്കുന്നത് ഒന്നില്ലെങ്കിൽ തല്ലാനായിരിക്കും, അല്ലെങ്കിൽ അനുഗ്രഹിക്കാനായിരിക്കും. നമുക്കറിയാം, അനുഗ്രഹിക്കുന്ന ഒരു കരവുമായിട്ട് ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശയം ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു പുസ്തകമാണ്, ഇനിയും തുറക്കേണ്ട ഒരു പുസ്തകം. ആ പുസ്തകം എന്താണെന്ന് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥമാണ്, ഈശോയുടെ വാക്കുകളാണ്, നമ്മളുടെ ഗൈഡ് ലൈനാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഈശോയുടെ തലയ്ക്ക് പിറകിലുള്ള ഒരു ഗോൾഡൻ ഹാലോ, ഒരു വൃത്തമാണ്. ഈ ഗോൾഡൻ ഹാലോ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ചിത്രത്തിന് പിറകിലുള്ള ഒരു ആശയം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ നമ്മൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഈ പടം നമ്മളോട് പറയുന്നത് ക്രൈസ്റ്റ് ഹോൾഡ്സ് എവറിത്തിങ് ടുഗെദർ ഇൻക്ലൂഡിങ് യു ആൻഡ് മീ. എന്നെയും നിന്നെയും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിവുള്ള ഒരു ദൈവം എപ്പോഴും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള ഒരു വലിയൊരു പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചിത്രം ഇനിയും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ചിത്രം ഇന്ന് നമ്മൾക്കൊരു ചിന്താവിഷയമാകട്ടെ. ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ നമ്മുടെ മുഖത്തേക്കും മറ്റുള്ളവർക്ക് നോക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി, ഒരുപാട് നല്ലത് നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു ഐക്കണുമായിട്ട് അടുത്ത ഞായറാഴ്ച മുൻപായി നമ്മൾ കാണും. താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ ട്യൂൺഡ്.